പോരാട്ടത്തിൽ പങ്കുകൊണ്ടില്ല എന്നുള്ള പരാമർശം നടത്തുകയുണ്ടായി സർ. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ പങ്കെന്ത്, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പങ്കെന്ത് എന്നൊക്കെ നാടിനറിയാം. 913 നവംബർ 14 അന്തമാന്റെ ജയിലിൽ വെച്ച് കണ്ണീര് കൊണ്ട് എഴുതിയൊരു കത്തുണ്ട്. അതിൽ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിന്ന് മാറി നിന്ന് ബ്രിട്ടീഷ്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, മുഹമ്മദ് റിയാസ് ഏറെക്കാലം പിണറായി വിജയന്റെ മരുമോൻ എന്ന പേരിൽ മാത്രം മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച ഒരു മനുഷ്യൻ. നമ്മുടെ നിയമസഭയിലേക്ക് ഇപ്പോൾ 3 താമരകൾ വിരിഞ്ഞിട്ടുണ്ട്. ആ 3 താമരകളെ അത്യാവശ്യം നന്നായിട്ട് പരിപോഷിപ്പിക്കാൻ നമ്മുടെ ഇവിടുത്തെ ഈ കോൺഗ്രസ് ഗവൺമെന്റ്, ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ VD സതീശൻ മേനോൻ ഗവൺമെന്റ് ശ്രമിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങളത് ഇനി വരുന്ന 3, 4, 5 വർഷം നിങ്ങളത് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് പുറത്തു മാത്രമാണ്. മുഹമ്മദ് റിയാസിന്റെ പേര് വെച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന രീതിയിലേക്ക്, അപ്പുറത്ത് നിൽക്കുന്ന ഒരാള് അത് രാഷ്ട്രീയ പാർട്ടിക്കാരൻ എന്നതിനേക്കാൾ അപ്പുറം ആളുകളെ ജാതിയും മതവും ഒക്കെ പേരൊക്കെ വെച്ചുകൊണ്ട് മാത്രം സഭയിൽ സംസാരിക്കുന്ന ചില ഏർപ്പാടുകളൊക്കെ ഇനി നമ്മുടെ നിയമസഭയിൽ കാണേണ്ടി വരും. ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്റെ പ്രിയ സുഹൃത്തുക്കളെ. ഒരു കാരണവശാലും അത്തരത്തില് പേരിന്റെ മതം പറഞ്ഞുകൊണ്ട്, മതം തിരഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളെ ഒരു കാരണവശാലും ഭരണപക്ഷത്തുള്ള VD സതീശൻ മേനോൻ ഗവൺമെന്റിലെ ഒരാൾ പോലും എതിർക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു ദൃശ്യം കണ്ടതാ. V മുരളീധരൻ എന്ന് പറയുന്ന ആ ഒരു MLA, BJP-കാരനായിട്ടുള്ള ആ ഒരു MLA കുറച്ചു കുട്ടികൾക്ക്, ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ദളിത് കുട്ടികൾക്ക് മിഠായി കൊടുക്കാൻ, അവരെ കൈകളിലേക്ക് മിഠായി കൊടുക്കാനുള്ള ഒരു ബോധം പോലുമില്ല. അത് മനഃപൂർവ്വം തന്നെയാണ്. ദളിതരെ തൊടില്ല എന്നോ അയിത്തമോ ഉണ്ടെന്ന് കരുതിക്കോളൂ. ക്യാമറയ്ക്ക് മുമ്പിൽ അദ്ദേഹം ചെയ്തത് ആ മിഠായികൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ പിറക്കി തിന്നോ എന്ന് പറയുന്ന ഒരു ഭാവത്തിൽ. ഇതാണ് അവസ്ഥ. ഇതിനെതിരെ ഏതൊക്കെ കോൺഗ്രസ്സുകാർ വിമർശിച്ചു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഏതെങ്കിലും കോൺഗ്രസ്സുകാർ വിമർശിച്ചോ? വിമർശിച്ചിട്ടില്ല. ഒരാള് പോലും കമാന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവൻ പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരാണ്. ഇന്നലെ നമ്മുടെ നിയമസഭയിൽ നടന്നത് കൃത്യമായിട്ടൊന്ന് കാണുക തന്നെ വേണം. കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തുള്ള സാർ 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ എതിർത്തവരാണ് ഇവര്. സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയെന്ന് വിളിച്ചവരാണിവർ. അതുകൊണ്ട് ഭാരതാംബയും ഭാരത് മാതാവും RSSകാരുടെ സൃഷ്ടിയല്ല. ഭാരതാംബയും ഭാരത് മാതാവും അപരീന്ദ്രനാഥ ടാഗോറിന്റെ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരത്തെ, ആ വന്ദേ മാതരം RSS കൊണ്ടുവന്നതല്ല. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അന്ന് കൊണ്ടുവന്നതാണ്. അതിനെ എതിർക്കുന്നവർ ആ നിലപാട് ഇപ്പോഴ് രാജ്യത്തിന്റെ മൂലയിൽ മാത്രം ഒതുങ്ങുമ്പോഴും ആ നിലപാട് മാറുന്നില്ലെങ്കിൽ നാളെ ഇവരെ തൂത്തുകൂട്ടി വലിച്ചെറിയും. ബഹുമാനപ്പെട്ട കഴക്കൂട്ടം അംഗം, ഞങ്ങളുടെ പ്രസ്ഥാനം കണ്ടില്ലേ പറയുന്നത്? സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള RSSകാരാണ് തീർച്ചയായിട്ടും. പലപ്പോഴും പറയുക, ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടക്കുന്ന സമയത്ത്, ആ ഒരു ജാഥ പോകുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ പറമ്പില് വേലിയുടെ തൊട്ടടുത്ത് പോലും നിന്നിട്ടില്ലാത്ത ആളുകളാണ് ഈ RSSകാർ എന്ന് പറയാം. മാപ്പ് എഴുതി കൊടുക്കുക മാത്രമല്ല, ബാക്കിയുള്ള RSSകാരെ കൂടി ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അണിനിരക്കാമെന്നടക്കം എഴുതി കൊടുത്തൊരു ആളുകളൊക്കെ ഈ പറയുന്ന ഈ ഒരു V മുരളീധരന്റെ പക്ഷത്താണുള്ളത്. അങ്ങനെ ഒരു തരത്തിലും രാജ്യസ്നേഹികളല്ലാതിരുന്ന അവർ ആണ് ഇപ്പോൾ രാജ്യസ്നേഹികളാണെന്നുള്ള പേരും പറഞ്ഞിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നത് 2 പേരുടെ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മനഃപൂർവ്വമാണ്. ചില വിവരങ്ങളെല്ലാം, ചില അറിവുകളെല്ലാം ചില ആളുകൾ ഇങ്ങനെ പൂഴ്ത്തി വയ്ക്കും. അങ്ങനെ പൂഴ്ത്തി വെക്കാനുള്ളതല്ല അറിവുകൾ, നുണകളല്ല നിങ്ങൾ ഇനി നിയമസഭയിൽ കേട്ട് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്നതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. ആദ്യം റിയാസിന്റെ വർത്തമാനത്തിലേക്ക് പോവാം. ബഹുമാനപ്പെട്ട കഴക്കൂട്ടം അംഗം, ഞങ്ങളുടെ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കുകൊണ്ടില്ല എന്നുള്ള പരാമർശം നടത്തുകയുണ്ടായി സർ. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ പങ്കെന്ത്, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പങ്കെന്ത് എന്നൊക്കെ നാടിനറിയാം. 913 നവംബർ 14 അന്തമാന്റെ ജയിലിൽ വെച്ച് കണ്ണീര് കൊണ്ട് എഴുതിയൊരു കത്തുണ്ട്. അതിൽ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിന്ന് മാറി നിന്ന് ബ്രിട്ടീഷുകാരോട് സഹകരിക്കാനാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാവ് എഴുതിയ കത്ത് എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ.
എന്നാൽ അതേ അന്തമാന്റെ ജയിലിൽ ഭീകരമർദ്ദനമേറ്റ് പീഡനം അനുഭവിച്ച് ജയിലിൽ കിടന്ന കൊത്തിവെച്ച കല്ലിൽ ആ ജയിലിൽ കിടന്നവരുടെ പേരുണ്ട് സാർ. അതിൽ മഹാഭൂരിപക്ഷം പേരും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സാർ. മഹാവീർ സിംഗ് ആ ജയിലിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി പങ്കുകൊണ്ട് ആ ജയിലിൽ വെച്ച് രക്തസാക്ഷിയായ മഹാവീർ സിംഗ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള നമ്മുടെ സഖാക്കൾ അവിടെ ചെയ്യുന്നുണ്ട് ആ നിയമസഭയിൽ. എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെ ഏതൊക്കെ രീതിയിലാണ് ഇനി കോൺഗ്രസ്സുകാർ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ടും മനസ്സിലാക്കുന്നത് ഈ ഒരു ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബി ജെ പിക്കാരാണോ എന്ന് സംശയമുണ്ട് എന്നുള്ളതാണ്. ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബി ജെ പിക്കാരാണോ എന്നുള്ള സംശയം ഞാൻ എന്തായാലും തുടക്കത്തിലെ പങ്കുവെക്കുന്നു. ഇനി കൃത്യമായിട്ട് കേൾക്കൂ. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ മുഴങ്ങിക്കേട്ട 2 മുദ്രാവാക്യങ്ങളുണ്ട്. ഒന്ന് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം, 2 ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം നിങ്ങൾക്ക് അറിയുമല്ലോ. അത് എഴുതിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഹസ്രത് മൊഹാനിയാണ്, മൗലാന ഹസ്രത് മൊഹാനിയാണ്. ഈ മൊഹാനിക്ക് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. കോൺഗ്രസ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയം 1930 അംഗീകരിക്കുന്നതിന് 10 കൊല്ലം മുമ്പ് 1921 ചേർന്ന അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ അന്നത്തെ 1920 രൂപപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് മൊഹാനിയാണ്. മൊഹാനിയുടെ ആ നിർദ്ദേശം പക്ഷെ അന്ന് അതിനെതിരെ സംസാരിച്ച ഒരാളേ ഉള്ളൂ, അത് ഗാന്ധിജിയാണ്. ഗാന്ധിജി അതിനെതിരെ സംസാരിക്കുകയും ഈ പ്രമേയം തള്ളിപ്പോവുകയും ചെയ്തു. കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ പട്ടാഭി സീതാരാമയ്യ പിന്നീട് അതേക്കുറിച്ച് പറയുന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനാണ് ഗാന്ധിജി ആ പ്രമേയത്തെ എതിർത്തത് എന്ന കാര്യത്തിൽ നമുക്ക് ആശ്ചര്യം തോന്നും. എങ്കിലും ഗാന്ധിജി എതിർക്കാണ് ചെയ്തത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് പങ്ക് എന്നൊക്കെ ഇപ്പൊ ധാരാളം ചോദ്യങ്ങൾ പലയിടത്തും കേൾക്കാറുണ്ട്. ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സങ്കല്പം ദേശീയ പ്രസ്ഥാനം അംഗീകരിക്കുന്നതിന് 10 കൊല്ലം മുമ്പ് ഈ മുദ്രാവാക്യം രാഷ്ട്രീയമായി ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന കാര്യം. ഭരണഘടനാ അസംബ്ലി സമ്മേളിക്കുന്നത് എന്തായാലും ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയേണ്ടി വരും. ഇങ്ങനെ ഉദാഹരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ ഒരു നിയമസഭയെ കൊണ്ടുപോകുന്നുണ്ട് എന്നതാണ്. എന്തായാലും വി ഡി സതീശൻ ഗവൺമെന്റ് ഈ പറയുന്ന 3 താമരകൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇനി എന്താണ് ഈ ഗവൺമെന്റിന്റെ അവസ്ഥ എന്നതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. ഇവര് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ ഇപ്പോഴത്തെ ഭരണകക്ഷി പ്രതിപക്ഷത്തിരുന്നപ്പോൾ കഴിഞ്ഞ 10 വർഷം 5 വർഷമല്ല 10 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ ജസ്റ്റ് ഇടവേളയ്ക്ക് മുമ്പ് ഒരു കാണിച്ചിട്ടുണ്ടല്ലോ, മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഇതിന് മുമ്പിലത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുമ്പ് മിണ്ടാതെ നടന്നപ്പോൾ ഭയങ്കര വാർത്തയായിരുന്നല്ലോ. വിനുവിയോൺ ഉൾപ്പെടെ രൂക്ഷമായി വിമർശിച്ചിരുന്നല്ലോ. അന്നേരം ആ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ വിമർശിച്ച ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അദ്ദേഹം സൗകര്യപ്പെടുന്നു പറയാണ്, ഒരു മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനില്ല എന്ന് പറഞ്ഞ വീഡിയോയും ഞാൻ കണ്ടു. അപ്പം ഇതൊക്കെ ഈ മുഖ്യമന്ത്രി പലരും പറയുന്നു 1 വർഷത്തിനുള്ളിൽ പിണറായി വിജയനാണ് വി ഡി സതീശനേക്കാൾ ഭേദമെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന നാട്ടുകാർ പറയണം. എന്തായാലും സുഹൃത്തുക്കളെ, നാട്ടുകാർ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വളരെ പതുക്കെ നമ്മുടെ കേരളത്തെ കൊണ്ടുപോകുന്നുണ്ട് വി ഡി സതീശൻ മേനോൻ ഗവൺമെന്റ്. ബബ.